ഹലോ സ്റ്റുഡൻസ്, സെക്കൻഡ് സെമസ്റ്ററിൽ ഇതുവരെ നമ്മൾ 3 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. യൂണിറ്റ് 1ഉം 2ഉം 3യും. ആദ്യം എടുത്തത് യൂണിറ്റ് 3 ആയിരുന്നു. യൂണിറ്റ് 3യിൽ നമ്മൾ പഠിച്ചത് ഇൻ്റഗ്രേഷനും അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സും ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസുമാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 4ൽ ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ 3rd യൂണിറ്റിൽ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറേ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫിഗർ ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം πr². ഇതൊരു സ്ക്വയറാണ്. ഇതിൻ്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് എ ആണെങ്കിൽ a ആണ്. ഇത് റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അടുത്ത ഇത് ട്രപ്പീസിയാണ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ½ h a + b. എയും ബിയും പാരലൽ സൈഡ്സ്, h ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. ഇത് ഒരു സോളിഡാണ്, പ്രിസം എന്ന് പറയും. ഇതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല πr²h. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/3 πr²h. ഇതൊരു സ്ഫിയറാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4/3 πr³. അല്ല, വോളിയം 4/3 πr³. ഇതൊക്കെ നമുക്ക് നേരത്തെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഏരിയയൊക്കെ ഇതിനൊക്കെ റെഗുലർ ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ റെഗുലർ ഫിഗേഴ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോർമുലയൊക്കെ ഉണ്ട്. എന്നാൽ ഇറഗുലർ ഷേപ്പിൽ വരുന്ന ഫിഗേഴ്സിൻ്റെയൊക്കെ വോളിയവും ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇറഗുലർ ഫിഗേഴ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കും, വോളിയം കണ്ടുപിടിക്കും. അപ്പോൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും, വോളിയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇവിടുത്തെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഈ ഫിഗർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതൊരു കർവ് എന്ന് പറയും. സ്ട്രൈറ്റ് ലൈൻ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക്. അപ്പോൾ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ കർവ് എന്നാണ് പറയുന്നത്. ഈ കർവിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് y = fx. അപ്പോൾ ഏത് കർവിനെ നമുക്ക് ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. y = a function of x എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പം ഈ കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, y = fx. ഇനി x = ഇതൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് y ആക്സിസിന് പാരലാണ്, അല്ലെങ്കിൽ x ആക്സിസിന് പെർപെൻഡിക്കുലർ. ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, അതും x ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ y ആക്സിസിന് പാരലൽ. ഇത് x ആക്സിസിൻ്റെ ഒരു പോർഷനാണ്. ഇത് മേളിൽ കർവ്, ഈ രണ്ട് സൈഡിൽ സ്ട്രൈറ്റ് ലൈൻസ്, താഴെ x ആക്സിസിൻ്റെ ഒരു പോർഷൻ. ഇത് നമുക്ക് പേര് കൊടുക്കാം A B C D. ഇപ്പോൾ ഇവിടെ ABCDയുടെ ഷേപ്പ് എന്താണ്? റെഗുലർ ഷേപ്പാണ്. ഇതൊരു ട്രപ്പീസിയം ആണോ, ഒരു പാരലോഗ്രാം ആണോ, ഒരു റെക്റ്റാങ്കിൾ ആണോ, ഒരു സ്ക്വയർ ആണോ? ഇത് ഏതാണ് ഇവിടുത്തെ ഷേപ്പ്? ഇത് റെക്റ്റാങ്കിൾ അല്ല. കാര്യം എന്തുവാ? ഇതൊരു കർവാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇറഗുലർ ഷേപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫോർമുലയൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റഗ്രേഷനകത്ത് ഫോർമുലയുണ്ട്. അതിതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏരിയ = ഇൻ്റഗ്രൽ A തൊട്ട് B വരെയാണ് ഈ ഏരിയ കിടക്കുന്നത്. x = A എന്നുള്ള ലൈൻ തൊട്ട് x = B എന്നുള്ള ലൈൻ വരെയാണ് ഈ ഏരിയ ഉള്ളത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ A to B എന്ന് എഴുതും. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് x = A, ഇത് x = B. അപ്പോൾ ഇൻ്റഗ്രൽ A to B എന്ന് എഴുതും. എന്നിട്ട് ഇതാണ് മേളിലുള്ള കർവ് y. ആ കർവിൻ്റെ ഇക്വേഷൻ എക്സ്പ്രഷൻ ഉണ്ട്, fx എന്ന എക്സ്പ്രഷൻ ഉണ്ട്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ ഇൻ്റഗ്രൽ A to B y dx ആണ് ഈ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ട്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഏരിയ ആണ്. ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ A to B y dx. ഇനെന്ത് പറയാം നമുക്ക്? ഏരിയ എങ്ങനെയാണ് ഏരിയ ഫോം ചെയ്യുന്നത്? ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ്. മേളിൽ
ഏരിയ ബൗണ്ടഡ് ബൈ 4 ബൗണ്ടറീസ് ഉണ്ട്. അതിലൊന്ന് ഇതാണ്, ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to fx ആൻഡ് എക്സ് ആക്സിസ്, താഴെ എക്സ് ആക്സിസ്, മേളിൽ കർവ് y is equal to fx. അപ്പം ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to fx ആൻഡ് എക്സ് ആക്സിസ് ബിറ്റ്വീൻ, എവിടെ എക്സ് ആക്സിസ് മൊത്തത്തിൽ എക്സ് ആക്സിസ് ഇല്ല, ബിറ്റ്വീൻ എക്സ് is equal to a ആൻഡ് എക്സ് is equal to b. അതായത് എക്സ് ആക്സിസ് എ എന്നുള്ള പോർഷൻ തൊട്ട് ബി എന്നുള്ള പോർഷൻ വരെയാണ് എക്സ് ആക്സിസ് വരുന്നത്. അപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to fx ആൻഡ് ദി എക്സ് ആക്സിസ് ബിറ്റ്വീൻ എക്സ് is equal to a ആൻഡ് എക്സ് is equal to b. അതിൻ്റെ ഫോമുലയാണ് ഇന്റഗ്രേറ്റ് ബി y dx. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോമുല നിങ്ങൾ കാണാൻ പഠിക്കണം. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് ആൻഡ് ദി എക്സ് ആക്സിസ് ആണ് പഠിക്കുന്നത്. അതിൻ്റെ ഏരിയയുടെ ഫോമുലയൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏരിയ കാണാനുള്ള ഫോമുല ഇതാണ്, a is equal to ഇന്റഗ്രേറ്റ് ബി y dx. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ y തന്നിട്ടുണ്ടാവണം, എയും ബിയും തന്നിട്ടുണ്ടാവണം. ഇതൊക്കെ നോൺ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ അത്യാവശ്യം വേണ്ട ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇതാണ്, എക്സ് റൈസ് ടു എൻ ഡി എക്സ്. എക്സ് റൈസ് ടു എന്നിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ഇതാണ്, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 എൻ നോട്ട് ഈസ് ഈക്വൽ ടു -1. ഈ ഫോമുല നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. എൻ ജനറൽ ഫോമുലയാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് ഇതൊക്കെയായിരിക്കും. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആവശ്യം വരും, എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർഡ് ബൈ 2 എന്ന് വരും, പ്ലസ് എ കോൺസ്റ്റൻറ്റ്. എക്സ് സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, അത് എക്സ് ക്യൂബ് ബൈ 3, 2വിനേക്കാളും ഒന്ന് കൂടും. അപ്പോൾ എക്സ് ക്യൂബ് ബൈ അതേ നമ്പർ 3 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി വരാൻ സാധ്യതയുള്ള ഇൻ്റഗ്രേഷൻ ഇതാണ്, കോസ് എക്സ്. ഈ കോസ് എക്സ് നമുക്ക് പ്രോബ്ലത്തിൽ വരും. അപ്പോൾ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള റിസൾട്ട് അറിയണം, സൈൻ എക്സ് എന്ന് വരും കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഇനി സൈൻ എക്സും വരാൻ സാധ്യതയുണ്ട്, സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്. ഇത്രയും ഫോമുല കാണാൻ പഠിക്കണം, മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇത്രയും മെമ്മറൈസ് ചെയ്യണം. ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിലായാലും വോളിയത്തിലായാലുള്ള മിക്കവാറും എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഇത്രയും ഫോമുല നിങ്ങൾ, ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് കടക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, എന്നാലേ ഏത് ഫോമുലയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് എന്ന് വരുമ്പോൾ ഉള്ള ഫോമുല ഇതാണ്, എ ഇസ് ഈക്വൽ ടു ഏരിയ എ ഇൻ്റഗ്രൽ സ്മോൾ എ ടു സ്മോൾ ബി വൈ ഡി എക്സ്. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല. വൈ അറിയണം, വൈ തന്നിട്ടുണ്ട് 2x + 3. ഇൻ്റഗ്രൽ 2x + 3 dx, 2x + 3 dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി എയും ബി അറിയണം. അപ്പോൾ ബിറ്റ്വീൻ എക്സ് is equal to 1 ആൻഡ് എക്സ് is equal to 3 നടത്തുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന 1ഉം ബി എന്ന് പറയുന്ന 3ഉം, 1 3. ഇത് ഡയറക്റ്റ് പ്രോബ്ലം ആണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 2 ഇൻറ്റു തൊട്ട് മുമ്പേ എഴുതി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർഡ് ബൈ 2. 2 ഇൻറ്റു എക്സ് സ്ക്വയർഡ് ബൈ 2 പ്ലസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ്. അതും കൂടെ എഴുതാൻ വിട്ടുപോയതാണ്, അതും സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ 3x പ്ലസ് 3x ലിമിറ്റ് 1 ആൻഡ് 2. ഈ 2 2 വെട്ടിപ്പോകും. ഇനി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതിന് അപ്പർ ലിമിറ്റ് എന്ന് പറയും 2-ന്. ആ അപ്പർ ലിമിറ്റ് എക്സിന് പകരം കൊടുക്കണം. അപ്പോൾ എക്സിന് പകരം 2 കൊടുക്കണം. അപ്പോൾ ഇത് 2 സ്ക്വയർഡ് പ്ലസ് 3 ഇൻറ്റു 2, എക്സിന് പകരം 2 കൊടുത്തു, മൈനസ് എക്സിന് പകരം 1. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർഡ് പ്ലസ് 3 ഇൻറ്റു 1, ഇത് 2 സ്ക്വയർഡ് 4 പ്ലസ് 6 മൈനസ് 1 പ്ലസ് 3 10 മൈനസ് 4 6. അത്രയും 6 4
സോറി, ഞാൻ എഴുതിയപ്പോൾ ഇവിടെ 2 എന്നാക്കിയാൽ മതി. പ്രോബ്ലം 2, ഇത് 2, പ്രോബ്ലം 2 എന്നാക്കി മാറ്റി. എൻ്റെ ബിറ്റ്വീൻ x=1 ആൻഡ് x=2 എന്നിട്ടാൽ മതി. അറിയാതെ 3 ഇട്ട് പോയാൽ 3 ഇട്ടാലും എന്തോ അതിനനുസരിച്ച് ഈ നമ്പർ മാറ്റം വരും, അത്രയേ ഉള്ളൂ. അപ്പം ഇത് 6 സ്ക്വയർ യൂണിറ്റ് എന്ന് വരും ഇതിൻ്റെ ഏരിയ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത പ്രോബ്ലമാണ് ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y=x²+x. അപ്പം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയ്ക്കകത്ത് y വേണമെന്ന് നമുക്കറിയാം. ആ y തന്നിട്ടുണ്ട് x²+x ആൻഡ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് ആണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് ആൻഡ് ദി എക്സ് ആക്സിസ്. അതിൻ്റെ ഫോർമുല ഒരെണ്ണേ ഉള്ളൂ, a=a to b y dx. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. വൈയുടെ വാല്യൂ അറിയാം, x²+x. ഇന്റഗ്രൽ a to b x²+x dx. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. അത് ശ്രദ്ധിക്കണം, എയും ബിയും കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഇതാണ്. പുട്ട് y=0. അതായത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് yക്ക് 0 എന്ന് കൊടുക്കണം. അപ്പോൾ പുട്ട് y=0. y എന്ന് പറയുന്നത് x²+x. x²+x=0. ഇത് x കോമൺ എടുക്കാം. x കോമൺ എടുക്കുമ്പോൾ x × x+1 = 0. അപ്പോൾ ഇവിടെ x 0 ആകുമ്പോൾ ഇത് 0 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 വരാം. എക്സിന് -1 കൊടുക്കുമ്പോൾ -1 + 1 0 ആണ്. അപ്പോൾ x -1 വരാം. അപ്പോൾ രണ്ട് ലിമിറ്റ് കിട്ടി, 0യും -1ഉം. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് -1 എന്ന് എടുക്കുക. ഏരിയ a ഇന്റഗ്രൽ 0 to -1 x² + x dx x² ഇന്റഗ്രേറ്റ് ചെയ്താൽ x³/3 പ്ലസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2 ലിമിറ്റ് 0 -1 ആദ്യം എക്സിന് -1 കൊടുക്കണം. അപ്പോൾ -1³/3 പ്ലസ് -1²/2 അതാണ് അപ്പർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് എക്സിന് 0 എടുക്കുമ്പോൾ ഇത് രണ്ട് 0 ആയി പോകും. അപ്പോൾ ലോവർ ലിമിറ്റ് 0, -0. -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അപ്പോൾ -1/3 പ്ലസ് ഇത് -1² എന്ന് പറഞ്ഞാൽ +1, അപ്പോൾ 1/2. -1/3 പ്ലസ് 1/2 അത് സിംപ്ലിഫൈ ചെയ്താൽ -1/6 എന്ന് കിട്ടും. ഏരിയ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, അതുകൊണ്ട് +1/6 ആണ് ഏരിയ. അത്രയും സ്ക്വയർ യൂണിറ്റ് ആണ് ഏരിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി പരാബോള y=x² - x-2 ആൻഡ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ പരാബോള ആൻഡ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇന്റഗ്രൽ a to b y dx. ഇതാണ് ഏരിയ കാണാനുള്ള ഫോർമുല. വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതിന് എയും ബിയും കിട്ടണം. എയും തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു, ലിമിറ്റ് ഇല്ലാത്ത സമയത്ത് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പുട്ട് y=0. അപ്പോൾ yക്ക് 0 കൊടുക്കണം. പുട്ട് y=0 എന്ന് പറഞ്ഞാൽ x² - x-2 = 0. ഇവിടെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ഇതിന് റൂട്ട് കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ -1, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -1ഉം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് പറയണം. ആഡ് ചെയ്യുമ്പോൾ -1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. ഇവിടെ -2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -1, -2ഉം 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. അപ്പോൾ നമുക്ക് x - 2 × x+1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ x = 2, x = -1. ഇതാണ് എൻ്റെ റൂട്ട്സ്. അപ്പോൾ എയും ബിയും കിട്ടി. ഏത് വേണമെങ്കിലും എടുക്കാം. 2 to -1 എന്ന് എടുക്കാം, അല്ലെങ്കിൽ -1 എന്ന് 2 എന്ന് എടുക്കാം. ഏരിയ ഇന്റഗ്രൽ -1 to 2 x² - x-2 dx.
ഇൻ്റഗ്രേഷൻ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതിയതാണ്. x³/3 ആണ് എൻ്റെ ആൻസർ. x³/3 മൈനസ് ഇതും നമ്മൾ ആദ്യം എഴുതിയതാണ് x²/2 മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ്. അപ്പം -2 ഇൻറ്റു എക്സ് മൈനസ് 2x ലിമിറ്റ് -1 to അല്ലെങ്കിൽ 2 - 1 എന്ന് എഴുതാലും ആൻസർ ഒന്ന് തന്നെയാണ്. നെഗറ്റീവോ പോസിറ്റീവോ വരും. ഏരിയ എന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമുക്കൊരു വിഷയമല്ല. ആദ്യം എക്സിന് 2 എടുത്തു. 2³ അപ്പോൾ 8 8/3 മൈനസ് അടുത്തത് 2² 4 ആണ്. 4/2 2 മൈനസ് 2 ഇൻറ്റു 2 4 മൈനസ് എക്സിന് -1 കൊടുക്കണം. -1ന്റെ ക്യൂബ് മൈനസ് ആണ്. അപ്പോൾ -1/3 മൈനസ് ഇവിടെ എക്സിന് -1 കൊടുക്കുമ്പോൾ -1² -1² ഈസ് +1 അപ്പോൾ 1/2 മൈനസ് 2 ഇൻറ്റു -1 2 ഇൻറ്റു -1 -2 ഇൻറ്റു -1 ആകുമ്പോൾ +2 എന്ന് വരും. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4.5 സ്ക്വയർ യൂണിറ്റ്, അതായത് 9/2 എന്ന് വരും ആൻസർ. 9/2 സ്ക്വയർ യൂണിറ്റ് എന്ന് വരും. 9/2 സ്ക്വയർ യൂണിറ്റ് ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. Find the area enclosed by one arch of the curve y is equal to sin 3x and the x-axis. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ ദി കർവ് ആൻഡ് ദി x-axis ആണ്. അപ്പോൾ ഏരിയ ബൗണ്ടഡ് ബൈ ദി x-axis ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല a is equal to integral a to b by dx is equal to integral a to b sin 3x dx. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് പുട്ട് y is equal to 0. അതായത് sin 3x is equal to 0. അപ്പോൾ രണ്ട് വാല്യൂ വേണം നമുക്ക്. എക്സിന് 0 എടുത്താൽ sin 0 ആവും. അപ്പോൾ 3x 0, അതായത് x is equal to 0. അടുത്തത് 180 ഡിഗ്രി. സൈൻ 0 ആണ്. പിന്നെ സൈനിൻ്റെ വാല്യൂ 0 ആവുന്നത് 180 ഡിഗ്രി കൊടുക്കുമ്പോഴാണ്. അപ്പോൾ 3xന് എത്ര വരാം? 180 കൊടുക്കുമ്പോഴാണ് ഇനി 0 ആവുന്നത്. അപ്പോൾ 3x is equal to 180. അപ്പോൾ x is equal to 60 ഡിഗ്രി എന്ന് വരും. എന്ന് പറഞ്ഞാൽ π/3. അപ്പോൾ a ലിമിറ്റ് 0യും π/3. a is equal to integral 0 to π/3 sin 3x dx. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം -cos x. അപ്പോൾ -cos 3x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ /3 ലിമിറ്റ് 0 π/3 -1/3 പുറത്തെടുക്കാം. ഇൻറ്റു എക്സിന് π/3 കൊടുക്കണം. അപ്പോൾ cos 3 ഇൻറ്റു π/3 മൈനസ് എന്ത് വരും? cos 0 is equal to -1/3 ഇൻറ്റു ഇത് cos π -1 മൈനസ് cos 0 1. ആൻസർ ഇത് -2 ആണ്. പ്ലസ് 2/3 സ്ക്വയർ യൂണിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to cos x ആൻഡ് ദി x-axis. ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട് 0 to π. ഫോർമുല ഇൻ്റഗ്രൽ 0 to 2π y dx, അതായത് cos x dx. അങ്ങനെ ചെയ്താൽ ഈ പ്രോബ്ലം തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ആദ്യം cos x-ൻ്റെ ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് ആദ്യം cos x-ൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എക്സിന് ഗ്രാഫ് വരയ്ക്കാനായിട്ട് എക്സിൻ്റെ വൈയുടെയും വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. എക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് cos x-ൻ്റെ വാല്യൂ. എക്സിന് 0 എടുക്കണം. അപ്പോൾ cos 0 1 എന്ന് വരും. എക്സിന് ആദ്യം 0 കൊടുക്കുന്നു. എക്സിന് പിന്നെ 90 ഡിഗ്രി കൊടുക്കുക.
90 ഡിഗ്രി കൊടുക്കുമ്പോൾ cos 90 0. അടുത്ത നിങ്ങൾ 90 ആഡ് ചെയ്ത് പോയാൽ മതി. 180 ഡിഗ്രി കൊടുക്കുക. cos 180 -1 ആണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ട്രിഗണോമെട്രിയിൽ. അടുത്ത 270. cos 270 ആകുമ്പോൾ 0 വരും. അടുത്ത 360. cos 360 വരുമ്പോൾ 1 എന്ന് വരും. ഈ വാല്യൂസ് നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായിട്ട് പ്ലോട്ട് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ആയിട്ടൊരു കർവ് വരയ്ക്കും. ഇത് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 370 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാർക്ക് ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് 1ഉം -1. ഇത് 0, ഇത് 1, ഇത് -1. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട x0. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. x0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കാം. അടുത്തത് 90 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രി വരുമ്പോൾ വൈയുടെ വാല്യൂ 0. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ വരും ആ പോയിന്റ്. ഇതാണ് പോയിന്റ്. ഇനി 180 വരുമ്പോൾ ഇതാണ് 180 വരുമ്പോൾ -1. അടുത്ത 270 വരുമ്പോൾ 0. ഇവിടെ വരും 0 വരുന്നത്. അടുത്ത 1. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു സ്മൂത്ത് കർവ് വെച്ച് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ y = cos x എന്നുള്ള ഫിഗർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഏരിയ ആണ്. ഇനി ഏരിയ 1 എന്ന് കൊടുക്കാം. ഇതൊരു ഏരിയ ആണ്. അതിന് ഏരിയ 2 എന്ന് കൊടുക്കാം. ഇത് ഏരിയ ആണ്. അത് ഏരിയ 3. ഇത് 0, ഇത് 90 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, ഇത് 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് 0 തൊട്ട് 360 ഡിഗ്രി വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് 3 ആയിട്ട് മുറിക്കാം. ഏരിയ 1 പ്ലസ് ഏരിയ 2 പ്ലസ് ഏരിയ 3. അപ്പോൾ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് A1 പ്ലസ് A2 പ്ലസ് A3 എന്ന് എഴുതാം. A1 ഏരിയ എന്ന് പറയുമ്പോൾ 0 തൊട്ട് 90 ഡിഗ്രി വരെ, 0 to π/2. y dx ആണ്. ഫോർമുലയൊക്കെ ഒന്ന് തന്നെ y dx. y എന്ന് പറയുന്നത് cos x. അപ്പോൾ cos x dx പ്ലസ് അടുത്തത് A2 ആണ്. A2 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി തൊട്ട് 270 ഡിഗ്രി വരെ, അതായത് π/2 തൊട്ട് 3π/2. 3π/2 ആണ് 270 ഇൻറ്റു cos x dx പ്ലസ് ഇൻ്റഗ്രൽ. അടുത്തത് 270 തൊട്ട് 360 വരെ, അപ്പം 3π/2 തൊട്ട് 2π വരെ cos x dx. ഇനി നിങ്ങൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യപ്പം കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് sin x എന്ന് വരും. A = sin x ലിമിറ്റ് 0π/2 പ്ലസ് ഇത് cos x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin x ലിമിറ്റ് π/2 3π/2 പ്ലസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin x ലിമിറ്റ് 3π/2 2π. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോയി. ആദ്യം എക്സിന് π/2, sin 90 ഡിഗ്രി, sin 90 1 ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ എഴുതുന്നില്ല. sin 90 ഡിഗ്രി, sin ആദ്യം എക്സിന് π/2 കൊടുക്കുമ്പോൾ sin 90 ഡിഗ്രി 1 മൈനസ് അടുത്തത് എക്സിന് 0 കൊടുക്കണം, sin 0 0 പ്ലസ് ഇത് sin 270 എക്സിന് 3π/2 270 കൊടുക്കണം. അപ്പോൾ sin 270 -1 ആണ്. -1 മൈനസ് പിന്നെ എക്സിന് π/2 കൊടുക്കണം. എക്സിന് π/2 കൊടുക്കുമ്പോൾ sin 91 പ്ലസ് ഇവിടെ എന്ത് വരും sin 2π. sin 2π എന്ന് പറഞ്ഞാൽ sin 360 അത് 0 ആണ്. മൈനസ് അടുത്തത് sin 270 -1 ഇസിക്കൽ ഇത് 1 വരും പ്ലസ് ഇത് -2 വരും പ്ലസ് ഇത് 1 വരും. ആൻസർ എന്ത് വരും? ഏരിയ ആണ്. ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അതുകൊണ്ട് ഈ -2 എന്നുള്ളത് +2 ആക്കണം.
അപ്പോൾ ഏരിയ 4 ആണ്, 0 അല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഏരിയ 4 എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ 0 to 2π cos x dx എന്ന് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഏരിയ 0 ആയിപ്പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾ എഴുതി പഠിക്കുക.